ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ അങ്ങോട്ട് ചെന്ന അവൻ എന്നെ തടയും. പിന്നെ ഞങ്ങളിൽ ഒരാളെ ബാക്കിയുണ്ടാവും. മോനെ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. അമ്മാവനൊന്നും പറയണ്ട, എനിക്ക് ഇവിടുന്ന് പോയേ പറ്റൂ. ഹരി, ഹരി, നിൽക്കും മോനെ. ഇവിടെ ഞാൻ ദ്രോഹിച്ചെന്ന് പറഞ്ഞ് നാളെ ഒരു കേസ് കൊടുക്കാം. പക്ഷെ ആ കേസ് കോടതിയിൽ എത്തണം. അപ്പോഴാണ് നിയമപ്രകാരം ഒരുത്തന്റെ ഭാര്യയായ ഇവള് മറ്റൊരുത്തന്റെ കൂടെ താമസിക്കുന്ന നിയമപ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പോഴാണ് ഒന്നിച്ച് താമസിപ്പിക്കാൻ അനുവദിച്ചതിന്റെ പേരില് അമ്മയും കോടതി ചെന്ന് നിൽക്കേണ്ടി വരിക. നിർത്തടാ, ദ്രോഹിച്ച് മതിയായില്ലേ നിനക്ക്? നിന്റെ ഭാര്യ, ആ പറയുന്ന വാക്കിന്റെ അർത്ഥവും മാന്യതയും നിനക്കറിയുമായിരുന്നെങ്കിൽ അവൾ ഇന്നും ഭാര്യയായി നിന്റെ കൂടെ ജീവിക്കുമായിരുന്നു. നീ എങ്ങനെയാടാ ഭർത്താവുന്നത്? കൂടെ ജീവിക്കുന്നവളുടെ മനസ്സ് പോലും അറിയാതെ, അവളുടെ സ്വപ്നങ്ങൾ അറിയാതെ, അവളെ സംശയിക്കാനും കൊല്ലാനും മാത്രം നടന്നിരുന്ന നിനക്ക് ഭർത്താവിന്റെ പദവി എങ്ങനെയാടാ ചേരുന്നത്? പിന്നെ നിനക്ക് ചിലപ്പോ കിട്ടിയത് പാരമ്പര്യമായിരിക്കും. സ്വന്തം ഭാര്യയെ ചതിക്കാൻ മടിയില്ലാത്ത ഒരച്ഛന്റെ മകനാണല്ലോ നീ. അതെ, അതെനിക്കിഷ്ടപ്പെട്ടു. ഞാൻ നല്ല ഭർത്താവല്ല, ഇവള് നല്ല ഭാര്യയാണോ? എന്റെ ബെഡ്റൂമിൽ എന്നോടൊപ്പം കിടക്കുമ്പോ വേറൊരുത്തനെ മനസ്സിൽ സൂക്ഷിച്ച ഇവള് നല്ലൊരു ഭാര്യയാണെന്നോ ഞാൻ ചോദിച്ചത്. വൃത്തികേട് പറയരുത്. എന്റെ അഭിമാനത്തിന് എത്ര തവണ നിങ്ങൾ ചോദ്യം ചെയ്തു? എത്ര തവണ നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചു? സാധുവായ എന്റെ അച്ഛനെ കഴുത്ത് ഞെരിച്ച് കൊന്ന നിങ്ങളെ ഞാൻ മനസ്സിൽ പൂജിക്കണായിരുന്നോ? പറയ്. നിയമമാണ് നിത്യ, നിയമം. അതാണ് പ്രശ്നം. നീയും അമ്മയും ചേർന്ന് ഒരു പരാതി എഴുതാനുള്ള കടലാസ് കയ്യിലെടുത്ത തൽക്കാലം നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യില്ല. പക്ഷെ അവനുണ്ടല്ലോ ഹരി, അവനെ ഞാൻ ഇരുമ്പഴിക്കുള്ളിലാക്കും. എന്നിട്ട് അവിടെ ഇട്ട് തല്ലി ചതച്ച് ഞാൻ അവനെ കൊല്ലും. അമ്മയും മകളും എല്ലാവരോടും കൊട്ടിഘോഷിച്ചതുപോലെ ക്രിമിനലാ ജീവൻ, പക്കാ ക്രിമിനൽ. ഇനി നീ ഇവിടെ നിന്നാ മതി, ഇവരുടെയൊക്കെ നെഞ്ചും കൂടിന്റെ സംരക്ഷണത്തില്. അതും ജീവന്റെ ഒരു ഔദാര്യമായിട്ട് കണ്ടാ മതി. എല്ലാരും കേട്ടല്ലോ? സാരല്ല മോളെ, നിങ്ങളെ ഒന്ന് വേർപിരിക്കാൻ അവന് നിയമം എന്ന ആയുധം മതിയാവും. പക്ഷെ ഒന്നിച്ചു ചേർന്ന് നിന്റെയോ ഹരിയുടെയോ മനസ്സ് വേർപിരിക്കാൻ അവനെ കൊണ്ടാവില്ല. അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നവർക്കും ആവില്ല. മോള് വാ. என்ன சார், என்ன நீங்க பாக்குறது? நீங்க எல்லாம் ஜெயிச்சிடுங்க சார். பெரிய ஆளுகள் எல்லாம் ஜெயிச்சிடுங்க. அவர் தானே ஜெயிக்கிற. ഹരി, നീ ഇരിപ്പിരിക്കാതെ
നീ ഒരു കാര്യം ചെയ്യ്, നീ ഏതെങ്കിലും ഒരു വക്കീലിനെ വിളിക്ക്, എന്നിട്ട് അവരോട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കേ. എടാ നിത്യ അവളവിടെ കിടന്ന് കരയായിരിക്കും. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഹാ, നിത്യ അവൻ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോയത് CI സാറിന്റെ ഓർഡർ ഉണ്ടായതുകൊണ്ടൊന്നും അല്ല. രഘു അങ്കിളിനെ കൊണ്ട് ആ സുജാത ആന്റിയെ വിവാഹമോചനം ചെയ്യിപ്പിക്കും. അതാണ് അവന്റെ ഭീഷണി. അതവൻ ചെയ്യും. ഈ പ്രായത്തിൽ ആ സുജാത ആന്റിയുടെ കഴുത്തിൽ നിന്ന് കെട്ട് താലി അഴിച്ചു മാറ്റണം. നീ നീ എന്തൊക്കെയാ പറയുന്നേ? അമ്മാവ, അവൻ കരുതിക്കൂട്ടി ഇറങ്ങിയിരിക്കുക. ഒന്നുകിൽ അവൻ കൊല്ലാൻ ഉയർത്തിയിരിക്കുന്ന വാളിന് മുന്നിൽ നമ്മൾ നിശബ്ദനായിട്ട് നിന്നു കൊടുക്കണം, അല്ലെങ്കിൽ അവനെ കൊല്ലണം. അതല്ലാതെ അവനെ ഒരാളെ പോലും വെറുതെ വിടില്ല. നീ ഒരു കാര്യം ചെയ്യ്, സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരിക്കേ, എന്നിട്ട് എന്ത് വേണമെന്ന് നമുക്ക് പിന്നീട് ആലോചിക്കാം. അമ്മാവ, ഒരു പ്രതിവിധിയില്ല, ഒരു വഴിയും നമ്മുടെ മുന്നിലില്ല. എന്റെ ജീവിതം, നിത്യയുടെ ജീവിതം, നമ്മുടെ സ്വപ്നങ്ങള് എല്ലാം എല്ലാം അവന്റെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കും. നീ എങ്ങോട്ടായി പോകുന്നേ? അമ്മാവനൊന്ന് മാറ്. എനിക്ക് എന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ഞാൻ അവളുടെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി എന്റെ മനസ്സെന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ അങ്ങോട്ട് ചെന്ന അവൻ എന്നെ തടയും. പിന്നെ ഞങ്ങളിൽ ഒരാളെ ബാക്കിയുണ്ടാവും. ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. അമ്മാവനൊന്നും പറയണ്ട, എനിക്ക് ഇവിടെ നിന്ന് പോയേ പറ്റൂ. ഹരി, ഹരി, എടാ നിൽക്കും മോനെ. എടാ ഹരി, ഇവനൊരു കാര്യം. ഈ നാട്ടിലെ സകല മീഡിയാസിനെ കൊണ്ട് ഞാൻ എഴുതിക്കും. ഒരേ സമയം കൊണ്ട് ഒരുപാട് പുരുഷന്മാരുടെ കൂടെ ജീവിക്കുന്ന ഒരുത്തിയാണ് നീയെന്ന്. നീ അടിക്കടാ. ഇനിയിപ്പോ നീ നിയമം അനുസരിക്കും, ഇവനും അനുസരിക്കും. ഹരി, തല്ലാൻ ഇറങ്ങിയാലേ എന്നെ കൊല്ലാനുള്ള ശേഷി വേണം നിനക്ക്. ഇല്ലെങ്കിലേ ഇവളുടെ മാനത്തിന് വേണ്ടി നീ കോടതി മുറിയിലിരുന്ന് കരയും. കൈയെടുക്കടാ. ഇല്ലെങ്കിൽ കൈയെടുക്കാൻ. വേണ്ട ഹരി, അമ്മയുടെ ജീവിതത്തിന് ഒന്നും സംഭവിക്കാൻ പാടില്ല. അത് കൈയെട.